السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അത്യുന്നത പദവി അലങ്കരിക്കുന്ന രണ്ട് സമ്പത്തുകളാണ് സ്വർണം, വെള്ളി എന്നുള്ളത്. അള്ളാഹു സക്കാത്ത് കൊടുക്കാൻ നിർദ്ദേശിച്ച 8 സമ്പത്തുകളിൽപ്പെട്ട രണ്ട് പ്രധാന ഇനം. രണ്ടിനും മതം പ്രത്യേകമായ അളവാണ് നിർദ്ദേശിക്കുന്നത്. സ്വർണത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ ഒരാളുടെ കൈവശം 85 ഗ്രാം അഥവാ 10.5 പവൻ സ്വർണവും വെള്ളി എന്ന് പറയുന്നത് 595 ഗ്രാമുമാണ് ശറഅ് അതിൻ്റെ കണക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പറയപ്പെട്ട അളവ് സ്വർണം അതല്ലെങ്കിൽ വെള്ളി ഒരു വർഷം പൂർണ്ണമായും ഒരാളുടെ കൈവശം ഉടമപ്പെടുത്തിയാൽ അദ്ദേഹം അതിൻ്റെ 2.5% പാവപ്പെട്ടവർക്ക് സക്കാത്തായി നൽകണം. അത് പാവപ്പെട്ടവരുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വർണം എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ വെള്ളി എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി കൊടുക്കേണ്ടത് ഏതാണ്? ശറഅ് പഠിപ്പിക്കുന്നത് കാണാം. ആ സ്വർണം അതൊരു ഉരുക്കി കട്ടിയായിട്ടോ അതല്ലെങ്കിൽ പ്രത്യേക കോയിനുകളായോ ഒക്കെ സൂക്ഷിക്കുമ്പോഴാണ് അതിന് സക്കാത്ത് ബാധകമായി തീരുന്നത്. ശാഫിഈ മദ്ഹബ് അനുസരിച്ചും മറ്റുള്ള മദ്ഹബുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ആഭരണങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ സക്കാത്തിനെ കുറിച്ച് ശറഅ് ചർച്ച ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ സ്വർണം ആഭരണങ്ങളായി സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം ആഭരണങ്ങളുടെ പേരിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്നഹാ കാനത്ത് തുഹല്ലി ബനാത്തി അഖീക ഐതാമൻ ഫീ ഹിജ്രിക ഫലാ തുഖ്റജു മിൻഹു സക്കാത്ത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ സംരക്ഷണത്തിലുള്ള അനാഥരായ സഹോദരി പുത്രിമാർക്ക് ആഭരണം അണിയിക്കാറുണ്ടായിരുന്നു. ഫലാ തുഖ്റജു മിൻഹു സക്കാത്ത്, അവകളിൽ നിന്ന് സക്കാത്ത് പുറപ്പെടുവിക്കാറുണ്ടായിരുന്നില്ല, സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മുസ്നദ് ശാഫിഈ പോലുള്ള ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഫമാ അഖദ മിൻഹാ സക്കാത്ത ഉലിയ്യിൻ ഖത്തുൻ, ഉപയോഗിക്കുന്ന ആഭരണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് വാങ്ങാറുണ്ടായിരുന്നില്ല എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആഭരണങ്ങൾ എന്നതല്ല പ്രധാനം, ഉപയോഗയോഗ്യമാവുക, ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാവുക, ആ ലക്ഷ്യത്തിലുള്ള ആഭരണങ്ങളാവുക എന്നതാണ് അതിൻ്റെ മാനദണ്ഡം. ഈ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറുമ്പോൾ ആഭരണങ്ങളുടെ പേരിലും സക്കാത്ത് കൊടുക്കേണ്ടി വരും. വളരെ പ്രധാനത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോ അതല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തിലുള്ളതോ ആയ ആഭരണങ്ങളാണെങ്കിൽ അവകൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അത് 10.5 പവന്റെ കൂടുതലുണ്ടെങ്കിലും കൊടുക്കണമെന്നില്ല. അതേസമയം ആ ലക്ഷ്യത്തിലല്ലാതെയുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ആഭരണങ്ങൾക്ക് സക്കാത്ത് വരുന്ന 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ആ ആഭരണത്തിന്റെ ഉപയോഗം ഹറാമായ ഉപയോഗമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ സാധാരണഗതിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഭരണം ധരിക്കുക എന്നുള്ളത് ഹറാമാണ്, സ്വർണ്ണാഭരണം ധരിക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ ഒരു പുരുഷന് ധരിക്കാൻ വേണ്ടിയാണ് ഒരാൾ ആഭരണം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുരുഷന് ധരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ആഭരണം വാങ്ങിയിട്ടുള്ളത്, ഹറാമാണ്. എന്നാലും അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ആഭരണം ഉള്ളത് എങ്കിൽ അത് 10.5 പവന്റെ മുകളിലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം അതിന്റെ ഉപയോഗം അനുവദിക്കപ്പെട്ട രൂപത്തിലല്ല എന്നതാണ് അവിടെ കാരണം. രണ്ടാമത്തെ ഒന്ന്, ആഭരണം പണി കഴിപ്പിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു കച്ചവട ചരക്കായിട്ടാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ ആഭരണങ്ങൾ കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാണ്.
അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആ ആഭരണങ്ങളെ കൊണ്ട് അദ്ദേഹം ഉടമപ്പെടുത്തിയതിന്റെ ഉദ്ദേശം അതിന് കച്ചവട ചരക്കായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ആഭരണങ്ങൾക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മൂന്നാമതായിട്ട് ഇപ്പൊ നമ്മുടെ ഭാര്യമാരുടെയൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ആഭരണങ്ങൾ തന്നെ പൊട്ടിക്കിടക്കുന്ന ആഭരണങ്ങൾ ഉണ്ടാവും. ഈ ആഭരണങ്ങളെ കൊണ്ട് അത് നന്നാക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തിൽ വെച്ചതാണെങ്കിൽ അതിന് സക്കാത്ത് വേണമെന്നില്ല. അതേസമയം ഈ പൊട്ടിക്കിടക്കുന്ന ആഭരണങ്ങളും അതല്ലെങ്കിൽ മറ്റുള്ള ആഭരണങ്ങളൊക്കെ ഇനി ഒരിക്കലും ഉപയോഗിക്കണമെന്ന ഉദ്ദേശമില്ല, സ്വർണത്തിന്റെ വില എന്നാണോ കൂടുതൽ മികച്ചു വരുന്നത് ആ സമയം നോക്കി അത് വിൽപ്പന നടത്തണമെന്ന ഉദ്ദേശാർത്ഥം മാറ്റിവെക്കപ്പെട്ട ആഭരണങ്ങളാണെങ്കിൽ അവിടെ അത് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ഉദ്ദേശത്തിലുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ 100 പവനും അതല്ലെങ്കിൽ 80 പവനും ഒക്കെയായി വരുന്ന ഒരു സഹോദരി അതിൽ നിന്ന് ഏതാനും ആഭരണങ്ങൾ മാത്രം ധരിക്കുന്നു. ബാക്കിയുള്ള ആഭരണങ്ങൾ ഇനി സ്വർണത്തിന് വില കൂടുമ്പോ വിൽക്കാമെന്ന ഉദ്ദേശത്തോടു കൂടെ മാറ്റിവെക്കുകയും അങ്ങനെ ഒരു വർഷം പൂർത്തീകരിക്കുകയുമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ അത് ഉപയോഗിക്കുക എന്ന ലക്ഷ്യം ഇനി അവർക്കില്ല. അവരുടെ ലക്ഷ്യം ഇപ്പൊ അത് സ്വർണത്തിന് വില കൂടുമ്പോ അത് ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആഭരണങ്ങളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം മെസ്സേജുകൾ ഇനി വാട്സപ്പിലും മറ്റുമൊക്കെ വരും. നിങ്ങൾക്ക് 10 പവന് മുകളിൽ ആഭരണങ്ങളുണ്ടോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് മെസ്സേജുകൾ വരും. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ആഭരണങ്ങൾക്ക് സക്കാത്ത് ബാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതേസമയം നമ്മുടെ ഒരു സഹോദരിക്ക് ധാരാളം ആഭരണങ്ങളുണ്ട്, അതെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തിലുള്ളതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് ശറഅ് കൽപ്പിക്കുന്നില്ല. കാരണം ഒരാൾക്കും പ്രയാസപ്പെടുത്തണമെന്ന് മതം ഉദ്ദേശിക്കുന്നില്ല. അവർ ധരിക്കണം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തിലുള്ളതാണെങ്കിൽ അതിന് കൊടുക്കണമെന്ന് പറയുന്നില്ല. അതേസമയം ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി അത് വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ അങ്ങനെ മാറ്റിവെച്ച് കിടക്കുന്നതാണെങ്കിൽ അത്തരം ആഭരണങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ രത്നച്ചുരുക്കം, സ്വർണം വെള്ളി എന്നുള്ളതിൽ അത് 10 പവൻ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണവും 495 ഗ്രാം വെള്ളിയുമാണെങ്കിൽ അവകൾക്ക് അതിന്റെ കൂടുതൽ അല്ലെങ്കിൽ അത്രയും അളവോ അതിന്റെ കൂടുതലോ ഒരാൾ ഒരു വർഷം പൂർണ്ണമായും കൈവശം വെച്ചാൽ അവർ സക്കാത്ത് കൊടുക്കണം. ഈ പറയപ്പെട്ട രൂപത്തിലാണെങ്കിൽ ആഭരണങ്ങളോ മറ്റോ ആണെങ്കിൽ ഇങ്ങനെ ധരിക്കണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ധരിച്ചു കൊണ്ടിരിക്കുന്നതോ ഇനിയും ധരിക്കണം, നന്നാക്കിയെടുത്ത് ധരിക്കണമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിലൊന്നും കൊടുക്കേണ്ടതില്ല. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി വെച്ചതാണെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുമെന്നും ശറഅ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോഴാണ് നാളെ നമുക്ക് കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കറൻസിയുടെ സക്കാത്തിനെ കുറിച്ചും വിവിധ നിക്ഷേപങ്ങളുടെ സക്കാത്തിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിന്റെ ഒക്കെ കണക്ക് ബോധ്യപ്പെടുക, കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്ന വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ് വിവിധ മക്കബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്വസിക്കുന്നവർ എല്ലാവരിലേക്കും അല്ലാഹു അതിന്റെ മിഥില സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ബിസിനസ്സുകളിലും ഒക്കെ അല്ലാഹു നല്ല അഭിവൃദ്ധിയും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.